പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ സ്കീം കീഴിലേ PMAY നിങ്ങക്ക് വീട് കിട്ടിയിട്ടില്ലേ? അതിന്റെ സർവേയുടെ ഭാഗമായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഈ മോദിജിയുടെ ഈ സ്കീമിന് 3,71,00,000 വീടുകളാണ് ഇതുവരെയായിട്ടും നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. ഓക്കെ. അപ്പോ നിങ്ങളുടെ വീട് പണിയൊക്കെ കഴിഞ്ഞോ? എങ്ങനെയാ? കഴിഞ്ഞു. എത്ര വർഷമായി? 2018-19 കഴിഞ്ഞതാ. കഴിഞ്ഞല്ലേ? അപ്പൊ നിങ്ങക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടല്ലേ? ഉജ്ജൽ സ്കീം വഴി ഗ്യാസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെയാ വരുന്ന നിങ്ങളുടെ കാർഡ് എങ്ങനെയാ? പിങ്ക് ആണോ? അതെ, പിങ്ക് കാർഡ്. അപ്പൊ ഉജ്ജൽ സ്കീമിന് കൊടുക്കാമല്ലോ. അല്ല, ഗ്യാസ് കണക്ഷൻ അതിന് മുമ്പ് കിട്ടിയിട്ടുണ്ടല്ലേ? എന്നാ പിന്നെ വേണ്ട. പിന്നെ വെള്ളമൊക്കെ ഉണ്ടോ നിങ്ങക്ക്? വെള്ളമുണ്ട്. വെള്ളം, റോഡ് അതൊക്കെ ഉണ്ടല്ലേ? അപ്പൊ എങ്ങനെയാ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് BJP പിന്തുണയ്ക്കുവോ? പിന്തുണയ്ക്കൂല. ഇല്ല. കാരണം ഈ PMAYയില് നിങ്ങ എത്ര ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ കൊടുക്കുന്നുണ്ട്? 4 ലക്ഷം രൂപയാണല്ലോ കേന്ദ്ര 4 ലക്ഷം നിങ്ങൾ കൊടുക്കണില്ല. ബാക്കി നിങ്ങളുടെ PMAYയില് ഗ്രാമീണ ഇതില് നിങ്ങൾ കൊടുക്കണത് 70,000 രൂപ. അല്ല, 70,000 എങ്ങനെയാ വരുന്നത്? നഗരസഭയിൽ എത്രയാ കൊടുക്കണത് നിങ്ങൾ? അത് ബാക്കിയുള്ളത് സംസ്ഥാനങ്ങളാണ് കൊടുക്കേണ്ടത്. അതല്ല ഞാൻ പറയുന്നത്. എന്റെ ചേച്ചി, നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് എത്ര കൊടുക്കണ്ട്? നിങ്ങൾ ഗ്രാമത്തിന് എത്ര കൊടുക്കണ്ട്? അതാ പറഞ്ഞത് 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം. അതില് ബാക്കി കേരളം നിങ്ങ എത്ര കൊടുക്കണ്ട്? കേരളത്തിന്റെ അതായത് പറഞ്ഞേക്ക്, ഇപ്പൊ ഒരു 10,000 രൂപയാണെങ്കിൽ അതിൽ 6,000 രൂപ കേന്ദ്രവും 4,000 രൂപ കേരളവും. അങ്ങനെയല്ലല്ല. 4 ലക്ഷത്തില് 72,000 കേന്ദ്രവും ബാക്കി കേരളവും പിന്നെ പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി. അങ്ങനല്ലേ ആന്റി? അങ്ങനെ 3 ഗഡുവായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ആന്റി സത്യസന്ധമായി പറയും, 10,000ത്തിന്റെ കണക്ക് പറഞ്ഞ് കേരളത്തിലെ ആൾക്കാരെ പറ്റിക്കില്ലേ? അവർക്ക് ഇത്തിരി ബുദ്ധിയില്ലേ? അതല്ല, ഇതെല്ലാം കേന്ദ്ര ഫണ്ട് തന്നെയാണ്. അത് അതായത് കേരളത്തിന് കൊടുക്കുന്നത്, അതായത് കേന്ദ്രം നേരിട്ടല്ലല്ലോ. അല്ല, PMAY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് ഏരിയകളിൽ അതാത് പഞ്ചായത്തും അതാത് മണ്ഡലവും ആ വഴിക്കാണ് പോണത്. ആയിക്കോട്ടെ. അതില് കുറച്ച് മാത്രമാണ് കേന്ദ്രത്തിന്റെ ഇത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് 4 ലക്ഷം കുറച്ച് ചെയ്യണ കേന്ദ്രത്തിന് ഞങ്ങൾ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. അതറിഞ്ഞാ മതി. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യം. ചേച്ചിയുടെ പേരെന്താ? ചേച്ചിയുടെ പേരെന്താ? കൃഷ്ണ. നല്ല പേര്. എന്നിട്ട് നുണ പറയരുത്. നുണയല്ലല്ലോ ഞങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞതേ 4 ലക്ഷം ഇവിടെ തരുന്നുണ്ട്. അതിൽ കേന്ദ്രം എത്ര തരുന്നു ചേച്ചിക്ക് കറക്റ്റ് ആയിട്ട്? 70% കേന്ദ്രം. അതെങ്ങനെ 30% കേരളം? ചേച്ചി, ഇത് ഉത്തരേന്ത്യ അല്ല. ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാണ്. അത് അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാതെ കേന്ദ്രം മാത്രം മുഴുവനും തരില്ല. കേരളം ഇത് ചാനൽ ചർച്ചയല്ല. ഞാൻ പറയണത് ഉത്തമമായ ഒരു മലയാളി എന്ന ബോധ്യത്തിൽ ഞാൻ പറയുന്നു. കേന്ദ്രം ഞങ്ങൾക്ക് 4 ലക്ഷം തരണേല് ഗ്രാമീണ ഇതില് എത്ര കേന്ദ്രം തരും? അത് ഓരോ കണക്ക് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് എന്നെ വിളിച്ച ഇതില് ചേച്ചി നിങ്ങൾക്ക് എത്ര കിട്ടി? ഞങ്ങൾക്ക് 4 ലക്ഷം കിട്ടി. കേന്ദ്രത്തിന്റെ വിഹിതം 72,000 രൂപ ആണോ? പിന്നെ ഈ ബാക്കി പിന്നെ കേരള സർക്കാർ പിന്നെ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ അങ്ങനെ. അപ്പൊ ഇതെല്ലാം കേന്ദ്രത്തിന്റെ. അതെങ്ങനെ ഞങ്ങളുടെ നികുതി 1 രൂപ വാങ്ങിയാൽ ഞങ്ങൾക്ക് എത്ര കേരളത്തിന് തരുന്നുണ്ട്? അതാണ് കൃഷ്ണ പറയുന്നത്. കേന്ദ്രം ഇവിടുന്ന് 1 രൂപ നികുതി വാങ്ങുന്നുണ്ടെങ്കിൽ കേരളത്തിന് തിരിച്ച് നിങ്ങൾ എത്ര കൊടുക്കുന്നുണ്ട്? ഹലോ മാം. ഹലോ, പറഞ്ഞോളൂ. കൃഷ്ണമ്മായി, ഞങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടാ.
റെക്കോർഡ് ചെയ്തോളൂ. ആ അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങ ഈ ഇത്തിരിങ്കിലും ബുദ്ധിയുള്ള കേരളത്തിനെ പറ്റിക്കാണ്ടിരിക്കുന്ന അവിടുത്തെ ജനങ്ങളെ, നിങ്ങ ഒരു 70,000 രൂപ അല്ലെങ്കിൽ 72,000 രൂപ തന്നിട്ട് നിങ്ങ അടുത്ത ലോകസഭയ്ക്ക് BJPക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ അത്ര മണ്ടന്മാരാണോ? അല്ല. ആ അത്ര അറിയണ്ടോ? കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല. ആളെ നിർബന്ധിക്കുന്നില്ലല്ലോ. അല്ല നിർബന്ധിക്കണ്ട. ഞാൻ പറഞ്ഞതേ 4 ലക്ഷത്തില്. ഹലോ, ഇങ്ങോട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, അങ്ങോട്ടും കൂടെ മാം കേൾക്കുക. 70% കേന്ദ്രവും ബാക്കി കേരളവും. അതെങ്ങനെ 70%? നിങ്ങൾ 70% എവിടുന്ന്? കൃഷ്ണ മാന്യമായി പറയുന്നു. കൃഷ്ണ കേൾക്കുക. എങ്ങനെ നിങ്ങൾ 70% തരുന്നേ? നമ്മള് ഒരു ലോൺ എടുത്ത് നിങ്ങൾ കേന്ദ്രം 70% തരുന്നുണ്ടോ PMAYക്ക്? ഉണ്ട്. അതുണ്ട് എന്ന് പറഞ്ഞാൽ കയ്യമ്മ കാവിക്കൊടി ചരട് കെട്ടിയ ആൾക്കാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. ചാണകങ്ങള് വിശ്വസിക്കും. കേരളത്തിലെ മണ്ടന്മാര് വിശ്വസിക്കൂല. കേരളത്തില് ബുദ്ധിയുള്ളവര് വിശ്വസിക്കില്ല. കാരണം ആരോഗ്യ മേഖലയിൽ നമ്പർ 1, എല്ലാത്തിലും നമ്പർ 1 ഉള്ള കേരളം വിശ്വസിക്കില്ല. നിങ്ങൾ ചാണക സംഖ്യകൾ പറഞ്ഞാൽ വിശ്വസിക്കും. അന്തം കമ്മികൾ വിശ്വസിക്കില്ല. അല്ല ആന്റി, അന്തം കമ്മികളല്ല, കേരളത്തിലെ ബുദ്ധിയുള്ള ആൾക്കാർ വിശ്വസിക്കില്ല. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ മാത്രമായിട്ട് ഈ പ്രസ്ഥാനം ചുരുങ്ങിപ്പോയത്. ആയിക്കോട്ടെ ആന്റി, എന്നാലും അത്രയല്ലേ, ഇത്തിരി ബുദ്ധിയുള്ളവരെങ്കിലും ഇന്ത്യയിലുണ്ടല്ലോ. ഇല്ല. അതെങ്ങനെയാ ആന്റി പറയുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുന്നിലാരാ? ഏറ്റവും മുന്നിൽ ആരാ? നിങ്ങളുടെ ഒട്ടകം മറ്റാള് പറയും ഈ 75 സംസ്ഥാനങ്ങളില് മെഡിക്കൽ കോളേജ് ചെയ്തു എന്ന് പറയും. 75 സംസ്ഥാനം കേരളത്തിൽ ഇന്ത്യയിൽ ഇല്ലല്ലോ. ഞാനല്ല പറഞ്ഞെങ്ങനെ 75 സംസ്ഥാനം ഉണ്ടെന്ന്. നിങ്ങളുടെ ഒട്ടകം എന്ന് പറഞ്ഞ 75 സംസ്ഥാനങ്ങളിൽ ക്യാൻസറുടെ മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് പറഞ്ഞത് കേരളത്തില് അന്തം കമ്മികള് മണ്ടന്മാരാന്ന് പറഞ്ഞ അതുകൊണ്ട് 75 സംസ്ഥാനം ഇല്ലാന്ന് ഇത്ര ഇല്ലാത്ത കുഞ്ഞിന് വരെ അറിയാം. അതാരാ പറഞ്ഞ 75 സംസ്ഥാനം ഉണ്ടെന്ന്? ഒട്ടകം ഗോപാലനെ പറഞ്ഞ കൃഷ്ണ അത് പറയുന്നത് മനസ്സിലാക്ക്. ഉണ്ടെന്ന് പറഞ്ഞത് ഒട്ടകം ഗോപാലൻ അല്ല. അയ്യോ, അതെ വിജയന്റെ അനുയായികൾ മാത്രം അത് പറഞ്ഞ് ഒരിക്കലും അല്ലല്ല. 75 സംസ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞത് ഒട്ടകം ഗോപാലകൃഷ്ണൻ ഉണ്ടെന്ന് ഇത്രയില്ലാത്ത അറിവില്ലാത്ത ഒരു കുഞ്ഞു പോലും പറയില്ല. അതെ, അത് ഒട്ടകം ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ചേച്ചി വെറുതെ വീഡിയോ എടുത്ത് നോക്ക്. അത് 15 ലക്ഷം അക്കൗണ്ടിൽ വരുന്നു പറഞ്ഞ് വിശ്വസിച്ച മണ്ടന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ മാത്രം. അല്ല ചേച്ചി, ഒട്ടകം ഗോപാലകൃഷ്ണനാണ് പറഞ്ഞത് 75 ലക്ഷം സംസ്ഥാനം ഉണ്ടെന്ന്. അത് മനസ്സിലാക്കുന്നവരുടെ ബോധക്കുറവാണ് മാം. അത് അതെ ഞാൻ പറയുന്നത്, 4 ലക്ഷത്തില് 70,000 രൂപ തരുന്ന നിങ്ങളുടെ കേന്ദ്ര സർക്കാരാണോ വലുത്, ബാക്കി ചെയ്യുന്ന കേരള സർക്കാരാണോ വലുത്? അല്ല, ഞങ്ങൾക്ക് തരുന്ന കേന്ദ്രം തന്നെ വലുത്. കട്ടുമുടിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരല്ല ഞങ്ങൾക്ക് ഒരിക്കലും വലുത്. അയ്യോ, അപ്പൊ കുഴപ്പമില്ല. അല്ല, മോദി സർക്കാർ എന്തെങ്കിലും പുതിയതായി കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം വിറ്റ് തുളച്ചില്ലേ? അതൊക്കെ എന്തിട്ട് വിറ്റ് തുളയ്ക്കാത്ത? ഞാൻ ഒരു കാര്യം, എല്ലാ റെയിൽവേ സ്റ്റേഷനിലും സെൽഫി പോയിന്റ് എന്തിനാ എന്റെ ആന്റി? 6 ലക്ഷം രൂപ ചെലവ് ചെയ്ത് പ്രധാനമന്ത്രിയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കേണ്ട കാര്യം എനിക്കില്ല. മലയാളി എന്നാ എനിക്കില്ല. ചേച്ചിക്കുണ്ടാ? അതെ, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ ബാക്കി ഞാൻ പറയുന്നില്ല, അതൊക്കെ ഞങ്ങൾക്ക് മലയാളികൾക്ക് അറിയാം. അതെ ബാക്കി അല്ല. അപ്പൊ കൃഷ്ണ, ഇനിയെങ്കിലും മലയാളികളെ വിളിക്കുമ്പോ ഇത്തിരി ബുദ്ധി പ്രയോഗിക്കും. ഈ കയ്യിന്റെ ആവശ്യത്തിന് കെട്ടിയവരല്ല മലയാളികള്. അത് ഇതിന്ന് തൊട്ട് പോരാളി, ഷാജി അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ വരും ആന്റി സഹകരിക്കുക. കൃഷ്ണ വീട് എവിടെയാണ് പറഞ്ഞില്ലല്ലോ? ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. അയ്യോ, നല്ല സംഖ്യകളപ്പോ. ഒന്നും പറയാനില്ല. ഒന്നും പറയല്ലേ. ഈ മാതാവിന് വരെ കിരീടം വേണ്ടണ്ട് മാതാവ് സ്വയം തട്ടിക്കളഞ്ഞ ചേച്ചി. ശരിയല്ലേ? ശരി.